ചെളിയിൽ ആള് കിടക്കുന്ന ഒരു ഒരു ദൃശ്യം ആഷ്മി പറഞ്ഞില്ലേ, ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ജംഷീർ എന്നൊരാൾ ഇതിനടുത്തുണ്ട്, അദ്ദേഹം നമ്മുടെ ഇപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ജംഷീർ ഇത് ഏത് സ്ഥലമാണ്? സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ജംഷീർ, പറഞ്ഞോളൂ. സാറേ ഞാൻ ഇപ്പോൾ ഉള്ളത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഏറ്റവും ടോപ്പിലുള്ളത്. ചൂരൽമല മുണ്ടക്കൈ. ഓക്കെ, എന്താണ് സംഭവിച്ചത്? മുമ്പിലായിട്ടേ ഏകദേശം നമ്മളിപ്പോ ഏകദേശം ഒരു ചൂരൽമല മുണ്ടക്കൈയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂറോളം ഇതിനുള്ളിലൂടെ വന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ തൊട്ട് മുമ്പിൽ നമുക്ക് ഒരു 150 മീറ്റർ കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാള് ഏകദേശം തലഭാഗം മാത്രമേ പുറത്തുള്ളൂ, തലയും കൈയിന്റെ ഒരു ഭാഗം മാത്രമേ പുറത്തുള്ളൂ, ബാക്കി ഫുള്ളുള്ളൂ. പക്ഷെ അയാൾക്ക് ജീവനുണ്ട്, മുഖം തിരിക്കുന്നുണ്ട്, എല്ലാ സംവിധാനം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ റെസ്ക്യൂ ടീമിനോ ബാക്കിയുള്ളവർക്കോ അയാളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ. ഓക്കെ, ആളുകൾക്ക് അടുത്ത് പോകാൻ കഴിയുന്നുണ്ടോ? അയാളുടെ അടുത്ത് പോകാൻ കഴിയുന്നുണ്ടോ? സാറേ വെള്ളത്തിന്റെ ഒഴുക്ക് ഇപ്പോ മഴ കൂടിയത് കൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് ശക്തമായിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് അക്കരെ സൈഡിലേക്ക് മുറിച്ച് കിടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ ഏകദേശം അയാൾ കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് ഏകദേശം 1.5 മണിക്കൂറിന്റെ അടുത്തായി അയാൾ ആ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് അവിടേക്ക് പോകാൻ കഴിയുന്നില്ലെന്നല്ലേ താങ്കൾ പറയുന്നത്? ഒരു സാഹചര്യം ഒരു എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാളെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന ഏറ്റവും അടുത്ത സ്ഥലം എവിടെയാണ് സാർ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഹെലികോപ്റ്റർ ഇറങ്ങൽ കുറച്ച്. ഇപ്പൊ ജംഷീർ ഈ ആളിന്റെ അടുത്ത് നിന്ന് എത്ര ദൂരെയാണ് നിൽക്കുന്നത്? ഒരു 150 മീറ്റർ അകലെയാ സാർ. എന്നെ തൊട്ട് മുമ്പിൽ വെള്ളത്തിന്റെ നല്ല ഒഴുക്കാണുള്ളത്. ഓക്കെ, ജംഷീറിന് ആ വഴിക്ക് പോകാൻ പറ്റില്ലല്ലോ? ശ്രമം നടത്തുന്നുണ്ട് സാറേ, പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ജംഷീറിന്റെ കൂടെ ആളുകൾ ആരെല്ലാം ഉണ്ടോ? ഉണ്ട്, ഏകദേശം 10-30ഓളം പേര് ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാം ആ സൈഡിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, അവിടേക്ക് എത്താൻ നിങ്ങൾക്ക് വടമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? റോപ്പ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും വെള്ളത്തിന്റെ ജംഷീർ, ആ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ സംസാരിച്ച് സമയം കളയണ്ട. താങ്കൾ പരമാവധി നോക്ക്, താങ്കളുടെ സുഹൃത്തുക്കളോടും പറയുക. കാര്യം ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ജീവന് ഹാനി സംഭവിക്കാതെ അദ്ദേഹത്തിൻ്റെ അരിയിലെത്താൻ നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു. ഏറ്റവും ദുഃഖകരമായ, വളരെ നൊമ്പരപ്പെടുത്തുന്ന, ഒരുപക്ഷെ ഷോക്കേൽപ്പിക്കുന്ന ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഒരു മനുഷ്യൻ കഴുത്തറ്റം മുങ്ങി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതാണ്ട് കുറച്ചധികം സമയമായി അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ആഷ്മി കൂടി നമുക്കൊപ്പം ചേരുന്നു. മാത്രമല്ല, ചില പ്രേക്ഷകരൊക്കെ തന്നെ ദൃശ്യങ്ങൾ അയക്കുന്നു. ചില ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാകുന്നു. അത്തരം ദുരന്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആഷ്മി താജ് ഇബ്രാഹിം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഏറ്റവും ഒടുവിൽ അറിയുന്ന വാർത്ത, ഈ വയനാട് രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്രതികൂല കാലാവസ്ഥ കാരണം എയർലിഫ്റ്റിംഗ് പ്രാക്ടിക്കൽ അല്ല എന്നാണ് വിലയിരുത്തൽ. ഹെലികോപ്റ്ററുകൾ കോഴിക്കോട് ലാൻഡ് ചെയ്യുമെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപക പ്രത്യാഘാതം ചെറുതല്ല. ഇത് നമ്മുടെ ഒരു അവിടെ കിട്ടിയ സാന്ദർഭിച്ചാൽ കിട്ടിയ ഒരു ദൃശ്യം മാത്രമാണ്. ഈ കഴുത്തറ്റം ചെളിയിൽ മൂടി നിൽക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്താൽ മാത്രം ആ മനുഷ്യനെ ജീവനോടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. കഴിഞ്ഞ 3-4 മണിക്കൂറുകളിൽ അങ്ങനെ ചെളിയിൽ മുങ്ങി തലയനക്കിക്കൊണ്ട് അതേ നിൽപ്പാണ് കഴുത്തറ്റം ചെളിയിൽ ഈ മനുഷ്യൻ. ഇതൊരു സാമ്പിളാണ് എന്നുകൊണ്ട് ഉറപ്പായും പറയാം. ഇത്തരം ഒരുപാട് ദൃശ്യങ്ങൾ ഈ മുണ്ടക്കൈ മേഖല ഉറപ്പായും ഉണ്ട്. കാര്യം അതൊരു ജനവാസ മേഖലയിൽ, മുണ്ടക്കൈ ടൗൺ അടക്കം അടിച്ചുകൊണ്ടുപോയ ഒരു ജനവാസ മേഖലയിൽ, ഒരുപാട് വീടുകൾ തകർന്ന ഒരു ജനവാസ മേഖലയിൽ, ഒരുപാട് 500-ലധികം ആളുകൾ താമസിക്കുന്ന ഒരു ജനവാസ മേഖലയിലേക്കാണ് ഇതിങ്ങനെ കുത്തിയൊലിച്ചെത്തിയത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് സമാനമായ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾക്ക് സമാനമായ സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ട്രീവാലി റിസോർട്ടിൽ കഴിയുന്ന ആളുകളടക്കം അത് പറയുന്നുണ്ട്. ജീവനോടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സുരക്ഷിതരായി ട്രീവാലിൽ നിൽക്കുന്നവർ മാത്രമല്ല, ഓരോരോ വീട്ടകങ്ങളിൽ ഇപ്പോഴും ജീവനുള്ള മനുഷ്യരുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആ ജീവനുള്ള മനുഷ്യരെ അവിടെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ മരിച്ചവരും ജീവനുള്ളവരും ഉണ്ട് എന്നൊക്കെയുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്കുണ്ട്. അവരെ എത്തിക്കാൻ എയർലിഫ്റ്റിംഗ് മാത്രമേ സാധ്യമാവുകയുള്ളൂ. എയർലിഫ്റ്റിംഗ് അടിയന്തരമായി ഏതെങ്കിലും തരത്തിൽ സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രധാനം. ഇപ്പോൾ ഈ ഹെലികോപ്റ്ററുകൾ അവിടെ എന്താണ് ഇത് പ്രതികൂല കാലാവസ്ഥ കാരണം അത് പ്രാക്ടിക്കൽ ആവില്ല എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അങ്ങേയറ്റം സങ്കടമാണ്. അതെങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നത് ചേർന്നത്? ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25 ഉയർന്നു. KR ഗോപികൃഷ്ണൻ കൂടി നമുക്കിപ്പം വിശദാംശങ്ങളുമായി അല്പനിമിഷങ്ങളിലകം ചേരുകയാണ്. കുറേ അധികം ആളുകൾ അവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് എന്ന് കരുതുന്നു. ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയതും നാട്ടുകാർ വെളിപ്പെടുത്തുന്നു. പല ആളുകളും ഇപ്പോൾ തന്നെ ഏറ്റവും സങ്കടപ്പെടുന്ന വാർത്തയാണ് പ്രേക്ഷകർ കണ്ടത്. ചെളിക്കുണ്ടിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. ഏതാണ്ട് 1.5 മണിക്കൂറിലധികമായി
മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ കഴിയുന്നില്ല. തൊട്ട് മുന്നിലൂടെ കുതിച്ചെത്തി പോകുന്ന പുഴ കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് പല ആളുകളും അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നു, അവർ ഷോക്കേറ്റ് നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. ഒരുപക്ഷെ ഒരു പ്രദേശവാസി അറിയിച്ചതുപോലെ ജംഷീർ അദ്ദേഹമാണ് ഈ ചെളിയിൽ ആണ്ട് കിടക്കുന്ന അയാളുടെ അടുത്തുള്ളത്. ജംഷീറിനെ പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ മനുഷ്യൻ്റെ സമീപമെത്താൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും അത് കഴിയാതെ പോകുന്നു.